ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് കോമ്പറ്റീഷനാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് സ്റ്റുഡൻസ് എന്നിവർക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു മലയാളം സ്പീച്ചാണിത്. ഇത് നിങ്ങൾക്ക് എല്ലാം പറയണമെന്നില്ല, ഇതൊരു 5 മിനിറ്റിൻ്റെ സ്പീച്ചാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് കോമ്പറ്റീഷന് പറഞ്ഞാൽ മതിയാവും. ഓരോ അക്ഷരത്തിൻ്റെ വ്യക്തതയും ഐ കോണ്ടാക്റ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് കേട്ട് നോക്കിയാലോ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൽ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ പ്രശസ്തമായ വരികളാണിവ. അതേ കൂട്ടുകാരെ, ഇന്നാണ് ആ ദിവസം, ഓഗസ്റ്റ് 15, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. വികസിത ഇന്ത്യ എന്ന അർത്ഥം വരുന്ന വീക്ഷിത് ഭാരത് എന്ന പ്രമേയത്തോടെ 2024 78ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണിത്. സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാനും രാജ്യത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജ്യമെങ്ങും ത്രിവർണ്ണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിൻ്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പാടും. നമ്മുടെ രാജ്യം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഭയമില്ലാതെ സ്കൂളിൽ പോകാനും കളിക്കാനും ജീവിതം ആസ്വദിക്കാനും കഴിയുന്ന ഒരു രാജ്യത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ പ്രയത്നത്തിന് നന്ദി. ജീവിക്കാൻ ഇത്തരമൊരു അത്ഭുതകരമായ സ്ഥലം ലഭിച്ചതിന് ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരു രാജ്യമെന്ന നിലയിലുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മുതൽ കലയും സാംസ്കാരികവും വരെയുള്ള നിരവധി മേഖലകളിൽ ഇന്ത്യ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ദാരിദ്ര്യം, അസമത്വം, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ നാം അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ ഈയിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ എത്ര ജീവിതങ്ങളാണ് പൊലിഞ്ഞുപോയത്, എത്ര പേർക്കാണ് അവരുടെ പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടത്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഓർക്കുക. സ്വയം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സേവനത്തിൽ സ്വയം നഷ്ടപ്പെടുക എന്നതാണ്. നാം നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇനിയും മുന്നിലുള്ള വെല്ലുവിളികളും നാം തിരിച്ചറിയണം. സാമൂഹിക അസമത്വങ്ങൾ, ദാരിദ്ര്യം, നിരക്ഷരത എന്നിവ ഇല്ലാതാക്കാൻ നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. വർഗീയതയെയും അഴിമതിയെയും നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തെ അപകടപ്പെടുത്തുന്ന ഏതൊരു ശക്തിയെയും ചെറുക്കാൻ നമുക്കൊന്നിക്കാം. വലിയ വെല്ലുവിളികളുടെയും ആവേശകരമായ അവസരങ്ങളുടെയും സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആഗോള പാൻഡമിക്, കാലാവസ്ഥാ വ്യതിയാനം, ദ്രുതഗതിയിലുള്ള സാങ്കേതിക മുന്നേറ്റം എന്നിവയുടെ ഫലങ്ങൾ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാനും അഭിമാനിക്കാനും ഓർക്കുക. ദയ കാണിക്കുമെന്നും മറ്റുള്ളവരെ സഹായിക്കുമെന്നും എല്ലാവർക്കുമായി ഇന്ത്യയെ മികച്ച സ്ഥലമാക്കി മാറ്റാൻ കഠിനമായി പ്രവർത്തിക്കുമെന്നും നമുക്ക് വാഗ്ദാനം ചെയ്യാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.